രാഹുലിന് പിന്നാലെ മോദി സർക്കാരിനെ പാർലമെന്റിൽ നിർത്തിപ്പൊരിച്ച് തൃണമൂൽ കോൺഗ്രസിന്റെ പെൺപുലി മഹുവ മൊയ്ത്ര. രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം കഴിഞ്ഞതിന് പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചില മന്ത്രിമാരും സഭയിൽ നിന്ന് ഇറങ്ങാനായി എഴുന്നേറ്റിരുന്നു. ഇതിനെ കളിയാക്കിക്കൊണ്ടായിരുന്നു മഹുവ പ്രസംഗം ആരംഭിച്ചത്. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി, എനിക്ക് പറയാനുള്ളത് കൂടി കേൾക്കണം എന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. പേടിക്കാതിരിക്കൂ, അല്പനേരം ഇവിടെ ഇരിക്കൂ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു മഹുവയുടെ ആദ്യ പ്രസംഗം ആരംഭിച്ചത് തന്നെ. കഴിഞ്ഞ വർഷം എന്റെ മെമ്പർഷിപ്പ് നഷ്ടപ്പെട്ടു, വീട് നഷ്ടപ്പെട്ടു, എന്റെ യൂട്രസ് നഷ്ടപ്പെട്ടു. പക്ഷേ അതിൽ നിന്നൊക്കെ എനിക്ക് തിരിച്ചു കിട്ടിയത് എന്താണെന്ന് അറിയുമോ? അത് പേടിയിൽ നിന്നുള്ള മോചനമാണ്. തൃണമൂൽ കോൺഗ്രസിലെ പെൺപുലിയുടെ ഈ തീപ്പൊരി പ്രസംഗം പാർലമെന്റ് ആകെ വിറപ്പിച്ചു. അത് കേൾക്കാൻ പോലും കൂട്ടാക്കാതെ മോദി എഴുന്നേറ്റുപോയി. കൃഷ്ണനഗറിൽ നിന്നുള്ള മഹുവ മൊയ്ത്ര എന്ന ഈ തൃണമൂൽ കോൺഗ്രസ്കാരിയെ അറിയാത്തവർ ആരും ഉണ്ടാകില്ല. 17ാമത് ലോക്സഭയിൽ അവർ നടത്തിയ ഫാസിസത്തിന്റെ 7 അടയാളങ്ങൾ എന്ന പ്രസംഗം ഇന്ത്യയിൽ അത്രമേൽ ചർച്ചയായിരുന്നു. മോദിയെ ഇത്രയും ശക്തമായ ഭാഷയിൽ വിമർശിക്കാൻ വേറെ ആരും തന്നെ അന്ന് മുതിർന്നിട്ടുണ്ടായിരുന്നില്ല. ഇത് കാരണം പാർലമെന്റിൽ നിന്ന് തന്നെ അവർ പുറത്താക്കപ്പെട്ടു. എന്നാൽ മഹുവ മൊയ്ത്ര എന്ന പോരാളിക്ക് ഇതൊന്നും ഒരു തടസ്സമേ ആയിരുന്നില്ല. ഇത്തവണയും അവർ ശക്തമായ ഭാഷയിൽ തന്നെ സംസാരിച്ചു. കഴിഞ്ഞ ലോക്സഭയിൽ BJP തന്നെ നിശബ്ദയാക്കാൻ ശ്രമിച്ചു എന്നും അതിനു പകരമായി BJPയുടെ 63 MPമാരെ എന്നേക്കുമായി ജനങ്ങൾ നിശബ്ദരാക്കിയെന്നും മഹുവ പറഞ്ഞു. കഴിഞ്ഞ തവണ എന്നെ സംസാരിക്കാൻ അനുവദിച്ചില്ല, എന്നാൽ ഒരു MPയുടെ ശബ്ദം അടിച്ചമർത്താൻ ശ്രമിച്ച ഭരണകക്ഷിക്ക് വലിയ വിലയാണ് നൽകേണ്ടി വന്നത്. പ്രധാനമന്ത്രിയുടെ പ്രസംഗങ്ങളെ കുറിച്ചായിരുന്നു പിന്നീട് മഹുവ പ്രസംഗിച്ചത്. തിരഞ്ഞെടുപ്പ് റാലികളിൽ മാ എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന ഒരുപാട് കാര്യങ്ങൾ പ്രധാനമന്ത്രി പറഞ്ഞിരുന്നു. മുസ്ലിം, മദ്രസ, മട്ടൻ, മച്ചലി, മുജ്ര, മംഗൽസൂത്ര എന്നൊക്കെ. പക്ഷേ ഒരിക്കൽ പോലും മണിപ്പൂർ എന്ന് മോദി മിണ്ടിയില്ല. കേന്ദ്ര സർക്കാർ മണിപ്പൂരിനെതിരെ കണ്ണടച്ചിരിക്കുകയാണെന്നവർ കുറ്റപ്പെടുത്തി. നിലവിലെ സർക്കാർ ഒരു സ്ഥിരതയുള്ള സർക്കാരല്ല. യൂടേണുകളുടെ ചരിത്രമുള്ള ഒന്നിലധികം സഖ്യകക്ഷികളെ ആശ്രയിച്ചിരിക്കുന്ന സർക്കാരാണിത്. NDA ഇപ്പോൾ നിതീഷ് നായിഡു ഡിപ്പെൻഡന്റ് അലയൻസായി മാറിയെന്നും മഹുവ പരിഹസിച്ചു. കൂടാതെ കാശ്മീരിനെ കുറിച്ചും അവിടെ മത്സരിക്കാൻ BJP ഭയപ്പെട്ടതിനെ കുറിച്ചും പ്രധാനമന്ത്രി ന്യൂനപക്ഷത്തെക്കുറിച്ച് പറഞ്ഞതിനെ കുറിച്ചും EDയും CBIയും വെച്ച് ആളുകളെ വേട്ടയാടുന്നതുമൊക്കെ മഹുവ ചർച്ചയാക്കി. രാമക്ഷേത്രത്തിലെ ചോർച്ചയും വിമാനത്താവളങ്ങളും പാലങ്ങളും തകർന്നു വീഴുന്നതുമൊക്കെ നിർമ്മാണത്തിലെ അനാസ്ഥ കാരണമാണ്. നേതാക്കൾക്ക് ഫോട്ടോ എടുക്കാനായി പണി തീർത്താൽ ഇങ്ങനെ തന്നെ ഉണ്ടാകുമെന്നും അവർ കൂട്ടിച്ചേർത്തു. തികഞ്ഞ കയ്യടിയോടെയാണ് പ്രതിപക്ഷ നിര പലപ്പോഴും മഹുവയുടെ പ്രസംഗത്തിന് പിന്തുണ നൽകിയത്. റെയിൽവേ മന്ത്രാലയത്തിൽ നടക്കുന്ന അട്ടിമറിയെക്കുറിച്ചും ബുള്ളറ്റ് ട്രെയിനിന്റെ വരവിനെ കുറിച്ചും അവർ പരിഹസിച്ചു. ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാതെ ഇതൊക്കെ ചെയ്താൽ അത് അവർ തിരിച്ചറിയുക തന്നെ ചെയ്യും. ജനങ്ങൾ BJPയെ തിരിച്ചറിയുന്നത് കൊണ്ടാണ് അയോധ്യയിലും വിദ്വേഷം വിളമ്പിയെടുത്തും BJPയെ ജനങ്ങൾ വലിച്ചിട്ടത്. അതുകൂടാതെ ഗോദി മീഡിയകൾക്കെതിരെയും അവർ പറഞ്ഞുവെച്ചു. മഹുവയുടെ ഈ പ്രസംഗത്തെ തടസ്സപ്പെടുത്താൻ ഭരണപക്ഷം പലതവണ എഴുന്നേറ്റിട്ടും അതൊന്നും വകവയ്ക്കാതെ ചടുലമായ സ്വരത്തിൽ മഹുവ പറയാനുള്ളതെല്ലാം പറഞ്ഞുവെച്ചു. മഹുവയുടെ വാക്കുകളിൽ ചോര പൊടിയാതെ തന്നെ BJPക്കും ഭരണപക്ഷത്തിനും മുറിവേറ്റിരുന്നു എന്നത് വ്യക്തമാണ്. കൂടാതെ ജനാധിപത്യ വിശ്വാസികൾക്ക് പുത്തൻ പ്രതീക്ഷകളും. ഞങ്ങളുടെ കൂടുതൽ വാർത്തകൾ നിങ്ങളിലേക്ക് എത്തിച്ചേരാനായി സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക.